വേദ സേതുലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഗൗരി മകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുകയാണ്. ഞാൻ അവളുടെ അച്ഛനെ മറച്ചു വെച്ചിട്ട് മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയല്ലേ അവളുടെ അച്ഛനാണെന്ന് കരുതിയിട്ട്. ഞാൻ തെറ്റല്ലേ ഈ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞിട്ട് സേതുലക്ഷ്മിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വിക്രം ജയിലിൽ നിന്ന് റിലീസാവുന്നുണ്ട്. അങ്ങനെ വിശ്വത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ജോലി നോക്കണം, ഞാനും അച്ഛനും അങ്ങോട്ട് താമസം മാറുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തരുണും ഫാമിലിയും കൂടെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് വരുന്ന വഴിക്ക് വണ്ടി ആക്സിഡൻ്റ് ആകുന്നുണ്ട്. കുറച്ച് ഗുണ്ടകൾ ചേർത്തിട്ട് അവരെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഗൗരിക്ക് തലയ്ക്ക് പരിക്ക് പറ്റിയിട്ട് കുട്ടി മയങ്ങി വീഴുന്നുണ്ട്. അങ്ങനെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം തരുൺ ദേവരാജിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയാം, കുട്ടികളുടെ നേരെ ഒരു ടാർഗറ്റും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു മകളുള്ളതല്ലേ, ഭാര്യയെയൊക്കെ വിളിച്ചിട്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. വിക്രം പുറത്തേക്ക് പോകുമ്പോൾ ശ്രീകാന്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലീസുണ്ട്. അയാൾ വന്നിട്ട് വിക്രത്തിൻ്റെ അടുത്ത് ഡ്രസ്സും എല്ലാം ഊരാൻ പറയുന്നുണ്ട്. മയക്കുമരുന്ന് എങ്ങാനും നീ കൊണ്ടുപോകണ്ടെങ്കിൽ ജയിലിൽ കഴിഞ്ഞു എന്ന് കരുതി നീ വലിയ പുണ്യവാളനായി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ എന്തെങ്കിലും നാർക്കോട്ടിക് ബിസിനസ് മറ്റോ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈക്കും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പോലീസ് വീട്ടിലേക്കും പോകുന്നുണ്ട്. വിശ്വം ഫുഡ് കൊണ്ടുപോകുന്ന വണ്ടി പരിശോധിക്കണം, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കടത്തുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് പോലീസിനെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. വരുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾ സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് പോലീസുകാരുടെ കയ്യിൽ വല്ലതും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് നോക്കണം, എന്നിട്ട് ആ വണ്ടി നിങ്ങൾ തൊടാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അഥവാ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ശ്രീകാന്തിനെ കൊന്നിട്ട് അതിൻ്റെ പേരിലായിരിക്കും നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരിക, അല്ലാതെ പോലീസുകാരെ ആക്രമിച്ചു എന്ന കേസിലായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടതും ശ്രീകാന്ത് ദേഷ്യം വന്നിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. വിക്രം പോലീസുകാരുടെ അടുത്ത് പറയുന്നുണ്ട്, കൊട്ടേഷൻ എന്ന ആൾ പോയി, പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പോലീസ് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു നാൾ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ പൂട്ടിക്കോളാമെന്ന് പറഞ്ഞിട്ട് പോലീസും പോകുന്നുണ്ട്. വിശ്വത്തിൻ്റെ അടുത്ത് വിക്രം പറയുന്നുണ്ട്, ഞാനിനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരുപാട് പ്രശ്നമാകും, ഞാനും അച്ഛനും വേഗം മാറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. തരുണും വേദയും ഹോസ്പിറ്റലിൽ നിന്ന് മകളെയും കൊണ്ട് വീടെത്തിയിട്ട് അതിനുശേഷം വേദയുടെ ഫോണിലേക്ക് വേദയുടെ അച്ഛൻ വിളിക്കുന്നുണ്ട്. അച്ഛൻ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത് സേതുലക്ഷ്മി ആയിരിക്കും. അപ്പോൾ വേദയാണെന്ന് കരുതി വിക്രം പുറത്തിറങ്ങിയ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഇനി നീ ഒളിവിൽ കഴിയേണ്ട കാര്യമില്ല, നീ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സേതുലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ വേദയല്ല, വേദ ഇപ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ടാണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രത്തിൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടായിരുന്നില്ലേ, അതെന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് മരിച്ചുപോയി, ഇപ്പോൾ എൻ്റെ മകൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ അവരുടെ കൂടെ ഉള്ളത്, ഒരു കുടുംബമായിട്ട് അവൾ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കണം, അവളിപ്പോൾ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്, അതിനുള്ള കാരണം എൻ്റെ മകനാണ്, ഇനി അവൾ ശല്യം ചെയ്തു, ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സേതുലക്ഷ്മി കോള് കട്ട് ചെയ്യുന്നുണ്ട്. അച്ഛൻ വിളിച്ച കാര്യമോ ഒന്നും തന്നെ വേദയുടെ അടുത്ത് പറയുന്നുമില്ല. വേദയെ കാണാൻ വേണ്ടി വേദയുടെ ഫ്രണ്ട് ശ്രേയ വരുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രത്തിനെ കണ്ടിട്ട് വിക്രം ഒരു അച്ഛനാണ്, മകൾ സുഖമായിട്ട് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് ജീവിക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടതും സേതുലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട്, എവിടേക്ക് പോകുന്ന കാര്യമാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകാനാണെങ്കിൽ തരുണിൻ്റെ അടുത്ത് പറയണ്ട, നീ തനിയെ പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ശ്രേയ വേദയുടെ അടുത്ത് പറയുന്നുണ്ട്, തരുണിനെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ ഈ അമ്മയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, ഇവരെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, പക്ഷേ അമ്മയുടെ മകൻ്റെ മനസ്സ് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞങ്ങൾ രണ്ടാളും എടുത്തിരിക്കുന്നത് ഒരു അമ്മയുടെ മനസ്സ് വെച്ചിട്ടുള്ളൊരു തീരുമാനമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല, അതിലൊരു തെറ്റിദ്ധാരണയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ശ്രേയയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.